എല്ലാവർക്കും നമസ്കാരം. മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തതിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് 4 വറ്റൽമുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ചുമന്നുള്ളിയാണ്, ഒരു 4-5 കഷ്ണം ചുമന്നുള്ളി. പിന്നെ നമുക്ക് വേണ്ടത് 1 മുറി തേങ്ങയാണ് ഇതും. പിന്നെ ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് പൊട്ടുകടല ആണ്. 1 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഞാനിവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ ചേർത്ത് ചമ്മന്തി തയ്യാറാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് നമ്മൾ ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതാ ഞാനിവിടെ നിന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റാം. അപ്പോൾ ഇതാ ചമ്മന്തി ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുവ് വറക്കാനായിട്ട് നമ്മളിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ കടുവും വറ്റൽമുളകും ഉള്ളിയും നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. അപ്പോൾ നമ്മൾ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു ചമ്മന്തിയിലേക്ക് നമ്മൾ കടുവ് വറുത്തൊന്ന് ഇട്ട് കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ചട്നി മാത്രം മതി നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കഴിക്കാൻ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ പൊട്ടുകടലയും തേങ്ങയും വെച്ചിട്ടുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.